നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും നിങ്ങളെ ഞങ്ങൾ തീർക്കുക തന്നെ ചെയ്യും. ഇത് പറയുന്നത് ഇസ്രായേൽ പ്രസിഡൻ്റായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആണ്. നെതന്യാഹുവിൻ്റെ ആ ആഹ്വാനം എന്തായാലും കൃത്യമായിരിക്കുമെന്നുള്ളത് നമുക്കറിയാം. ഇതിനിടയിൽ മറ്റൊരു സുപ്രധാനമായ കാര്യം വന്നു, ഒരു റിപ്പോർട്ട്. 50 മിനിറ്റ് ഈ ആക്രമണം, ദോഹയിലെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് നെതന്യാഹു സംസാരിച്ചിരുന്നു. വേണമെന്ന് വെച്ചിരുന്നുവെങ്കിൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് ഈ ആക്രമണം തടയാമായിരുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവകാശവാദം. നേരെ തിരിച്ച് ഹമാസ് ബന്ദികളെ മനുഷ്യകവചമാക്കാനുള്ള നീക്കങ്ങൾ അവിടെ ഗസയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ ശാന്തി ഉണ്ടാകില്ല എന്നുള്ളതാണോ? തീർച്ചയായിട്ടും ഇനി ശാന്തി എന്ന് പറയുന്ന ഒന്ന് പ്രതീക്ഷിക്കാനില്ല. ഇപ്പോൾ ശാന്തിക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ എന്നൊരു പ്രയോഗം ഉണ്ട് ലോകത്ത്, സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ. ഇത് രണ്ടും തമ്മിൽ ഒത്തുപോകുന്നതല്ല നമുക്ക് തോന്നും. പക്ഷേ ചില കാര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ ഒരു കടുത്ത ദുരന്തത്തിന് ശേഷമല്ലാതെ സമാധാനം വരില്ല. അത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ലോക ചിന്ത എന്താണ്? 48 തുടങ്ങിയ ഒരു വലിയ പ്രതിസന്ധിയാണ്. 78 കൊല്ലമായി. ഇപ്പോഴത് തുടരുക എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. ഇസ്രായേലിന് ആ രാജ്യം അവർ ശൂന്യതയിൽ നിന്ന്, മഹാശൂന്യതയിൽ നിന്ന്, ലോകമെങ്ങും ചിതറിക്കിടന്ന ജൂതന്മാർ വന്ന് ജോർഡാൻ നദിയുടെ തീരത്ത്, ജോർഡാൻ നദിയുടെ കിഴക്ക് ഭാഗത്ത് അന്താരാഷ്ട്ര ധാരണ പ്രകാരം വന്ന് കുടിയിരുന്ന് UN തീരുമാനപ്രകാരം ഒരു രാഷ്ട്രമുണ്ടായി. അങ്ങനെ പ്രഖ്യാപനം വന്നു. പ്രഖ്യാപനം വന്നപ്പോൾ അത് ഇപ്പോൾ പലരും മുറവിളിക്കുന്നത് പോലെ 2 രാഷ്ട്രങ്ങൾ വേണം, 2 രാഷ്ട്രങ്ങൾ ഒരുപോലെ സഹോദരങ്ങളായിട്ട് മുന്നോട്ട് പോകണം. അതാണ് ഈ 2 നേഷൻ തിയറി എന്ന് പറയുന്നത്. അത് ഇസ്രായേൽ അംഗീകരിച്ച് പിച്ച വെച്ച് ഒരു രാജ്യമുണ്ടായി. അന്ന് അമേരിക്കയും ലോകത്തിലെ വൻകിട ശക്തികളൊക്കെ ഇസ്രായേലിനെ സഹായിച്ചു. കാരണം UN തീരുമാനം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടി തീരുമാനമാണ്. അപ്പോൾ അത് മുന്നോട്ട് പോയി. അവരിപ്പോൾ ഇന്ന് 78 കൊല്ലമായിട്ടൊരു രാജ്യം ലോകത്ത് നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർ നേടിക്കഴിഞ്ഞു. ആരോടും മുട്ടി നിൽക്കാനും നേരിടാനുമുള്ള പ്രതിരോധശേഷി നേടി, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റം നേടി, വമ്പിച്ച സൈനിക ശക്തി നേടി, ആയുധ ശേഖരം നേടി, ലോകത്തിലെല്ലാവർക്കും സ്വീകാര്യമായ തരത്തിലുള്ള ടെക്നോളജി വികസിപ്പിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന് ഇനി തിരിച്ചു നടക്കാനാവില്ല. തിരിച്ചു നടക്കാൻ പറ്റുന്ന ദൂരമായിരുന്നെങ്കിൽ തിരിഞ്ഞു നോക്കാമായിരുന്നു. ചില യാത്രകളിൽ അത് പറ്റില്ല. അതുകൊണ്ട് ഇസ്രായേലിന് ഇനി വേറൊരു വഴിയില്ല. ഫിനിഷ് ദ ജോബ് എന്ന് അവരുടെ പഴയ മുദ്രാവാക്യമാണ് 48. ഫിനിഷ് ദ ജോബിന് അന്നത്തെ ഒരു അർത്ഥം ഇസ്രായേലിനെ പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യമായിരുന്നു, പരിമിതമായ ലക്ഷ്യമായിരുന്നു. പക്ഷേ അന്ന് തന്നെ അവരുടെ യഥാർത്ഥ ഉപദേഷ്ടാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫിനിഷ് ദ ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോബ് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒരിക്കലും അവസാനിക്കാത്തൊരു തലവേദനയാണ് നിങ്ങളുടെ അയൽപക്കത്തുള്ളത്. കാരണം അവർ ഇസ്രായേലിനെ അംഗീകരിക്കാൻ അവർക്കാവില്ല, എന്നാൽ പലസ്തീനെ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാണ്. പക്ഷേ പരസ്പരം അംഗീകരിക്കാതെ എങ്ങനെയാണ് കരാർ നിലനിൽക്കുക? പക്ഷേ ഇപ്പോൾ പലസ്തീനെ അംഗീകരിക്കാൻ കഴിയില്ല ഇസ്രായേലിന്. സമ്മതിച്ചു. കാരണം അതല്ലാത്തൊരു നിലപാട്, ഇനി അവരങ്ങനെ ഒരു നിലപാട് എടുത്താൽ, ഇസ്രായേൽ ഇപ്പോൾ അങ്ങനെ നിലപാടെടുക്കുന്നു, ഇനഫ് ഇസ് ഇനഫ്, ഞങ്ങൾ പലസ്തീനെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഇത്രയും കാലം പോയത്. ജോർഡാൻ റിവറിനെ ഒരു അതിർത്തിയായി സ്വീകരിച്ച്, റിവർ ടു സീ എന്ന് പറഞ്ഞാൽ ജോർഡാൻ നദിയുടെ കിഴക്ക് ഭാഗം മുഴുവനും ഇസ്രായേൽ, അപ്പുറത്ത് കടൽ വരെ ഉള്ള ഭാഗം ഞങ്ങൾ അംഗീകരിച്ചതാണല്ലോ. പക്ഷേ ഞങ്ങൾ അംഗീകരിച്ച കാലത്ത് നിങ്ങൾ അംഗീകരിച്ചില്ല. ഞങ്ങൾ അംഗീകരിച്ചു എന്ന കാരണത്താൽ ഞങ്ങളെ നിരന്തരമായി ആക്രമിച്ചു. ഒരിക്കലും സ്വൈരം തന്നിട്ടില്ല. ചെറിയ യുദ്ധങ്ങളല്ല, 5ഉം 6ഉം രാജ്യങ്ങൾ ചേർന്നാണ് ഞങ്ങളെ ആക്രമിച്ചത്. തോറ്റുകൊണ്ടേയിരുന്നു. 6 ഡേ വാർ എന്ന് പറഞ്ഞാൽ 6 ദിവസം രാവും പകലും ഒരു രാജ്യത്തെ ചുട്ട് ചാമ്പലാക്കുന്ന യുദ്ധമായിരുന്നു. ചെറിയ യുദ്ധമൊന്നുമല്ല ഇസ്രായേൽ നേരിട്ട്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കുമ്പോൾ, ഇപ്പോൾ ജൂതവംശത്തിൻ്റെ തന്നെ ചരിത്രം എടുത്ത് നോക്കൂ. ലോകത്തിൽ ഇത്രയേറെ ഒരു ജന്മത്തിൻ്റെ പേരിൽ, ജൂതനായി പിറന്നു എന്ന കുറ്റത്തിന് ഇത്രയേറെ ഭീകരമായ കഷ്ടപ്പാടുകൾക്ക്, പീഡനങ്ങൾക്കിരയായ ഒരു ജനതാരുണ്ട്. OV വിജയൻ അത് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാ, ജർമ്മനിയിൽ എന്താ നടന്നത്, ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ, ഇപ്പോൾ റോമാ സാമ്രാജ്യം വന്നപ്പോൾ യൂറോപ്പിൽ എന്താ നടന്നത്? റോമാ സാമ്രാജ്യം ക്രിസ്ത്യൻ സാമ്രാജ്യമാണ്. അവരും ഈ ജ്യൂസിനെ ജ്യൂസിനെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു, ആട്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ആധുനിക ലോകത്താണല്ലോ 30കളിൽ ഇവർ കാണിച്ചത്, ജർമ്മനി കാണിച്ചത്. അതും അവരോടല്ലേ? എന്തായിരുന്നു കുറ്റം? ജൂതനായി എന്നതാണ് കുറ്റം. ഒരു രാജ്യത്ത്
രാജ്യദ്രോഹം ചെയ്യുന്നവൻ ആരാവട്ടെ, അവൻ്റെ ജന്മം നോക്കിയല്ലല്ലോ ആക്രമിക്കേണ്ടത്. അതുകൊണ്ട് ജന്മത്തിൻ്റെ പേരിൽ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജനതയാണ് ജൂതന്മാർ. ആ അനുഭവങ്ങളുമായിട്ടാണ് ഇനി ലോകത്തിനെ മറ്റു രാജ്യങ്ങളിലൊന്നും അഭയാർത്ഥികളായി പോയി നിന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായി കഴിഞ്ഞുകൂടാതെ, കുടിയേറ്റക്കാരായി കഴിഞ്ഞുകൂടാതെ അവർക്ക് ലോകത്തിലൊരു താവളം എന്ന നിലയിലാണ്. അവരുടെ തന്നെ വൈകാരിക ഭൂമിയാണ്. അവരുടെ മാത്രമല്ല, 3 സെമിറ്റിക് മതങ്ങൾക്കും പ്രിയപ്പെട്ട ഭൂമിയാണ്. ഒന്നാമത്തെ സെമിറ്റിക് മതമാണ് ജൂതമതം. ഒന്നാമത്തെ ജൂതമതത്തിൻ്റെ പ്രവാചകനായ മോസസിൻ്റെ ജന്മഭൂമിയാണ് പലസ്തീൻ. അതുകൊണ്ടൊക്കെയാണ് അവർക്കത് ഇതിനോട് ഉള്ള അടുപ്പം. അതുകൊണ്ട് തന്നെ വൈകാരികമാണ് അവരുടെ പോരാട്ടം. അതുകൊണ്ട് അവർ രാജ്യമുണ്ടാക്കി, ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും അവർക്കായി. അപ്പോൾ ഇനി അവർക്ക് തിരിച്ചു നടക്കാനാവില്ല. ഇനി അവരോട് പലസ്തീനെ തുടരുത്, പലസ്തീനിലെ നിരപരാധികളായ അറബ് വംശക്കാരെ ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും ഒടുവിൽ പോലും അവർ നേരിട്ടതെന്താ? എപ്പോഴാണ് ഈ ഒടുവിലത്തെ കൂട്ടക്കൊല? ഇപ്പോൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം കണക്ക് വന്നല്ലോ, 2-2.25 ലക്ഷം ഫലസ്തീനികളെ ഞങ്ങൾ കൊന്നിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഭരണകൂടം തന്നെ വ്യക്തമാക്കി. ഏറ്റവും ഒടുവിലത്തെ കണക്കാണത്. 2.25 ലക്ഷത്തിനെ കൊന്നത് എന്നാണ്? ഇപ്പോൾ ഈ 2 കൊല്ലം കൊണ്ടാണ്. എന്തായിരുന്നു കാരണം? ഹമാസ് തീവ്രവാദികൾ അവിടെ നുഴഞ്ഞു കയറിയതാണ് കാരണം. കാരണക്കാരെ ആരും അത് പറയുന്നില്ല. പക്ഷേ ഒക്ടോബർ 7-ന് അവർ നടത്തിയിട്ടുള്ള പൈശാചികമായിട്ടുള്ള ആക്രമണത്തെ കുറിച്ച് ആരും സംസാരിക്കില്ല. എടോ, ഇതെനിക്ക് തോന്നുന്നു ഒരു മറവി വലിയ തോതിൽ നമ്മളെ മീഡിയക്കും ഉണ്ട്. ഈ നരേഷൻ, നമ്മുടെ നരേഷനിലൊക്കെയുള്ള പ്രശ്നമുണ്ട്. നമ്മൾ ഗുജറാത്ത് കലാപം എന്ന് പറയും, ഗോദ്ര നമ്മൾ മിണ്ടൂല. നമ്മൾ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ബിൻ ലാദനെ അമേരിക്കൻ സേന കൊണ്ടുവന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയിട്ട് അറബിക്കടലിൽ മീൻസ് മഹാസമുദ്രത്തിൻ്റെ നടുവിൽ ആഴ്ത്തിക്കളഞ്ഞപ്പോൾ എന്തൊരു അക്രമമാണ് നമ്മൾ പറഞ്ഞു. 3000-ഓളം നിരപരാധികളെ പെൻറ്റഗൺ ആക്രമിക്കാൻ പോയിട്ട് ഈ തീവ്രവാദി അമേരിക്കയിൽ കൊന്നപ്പോൾ ആരും മിണ്ടിയിട്ടില്ല. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ലീലാവതി ടീച്ചർ വല്ലാതെ വിലപിക്കുന്നുണ്ട്. അത് ഒരു ലീലാവതി ടീച്ചർ പറയുന്നത് എങ്ങനെയാണ് ഭക്ഷണം ഇറങ്ങുന്നില്ല, ഈ ഗസയിൽ നിലവിളിക്കുന്ന കുട്ടികളെ. സത്യമാണ്, ഒരു അമ്മയുടെയും മുത്തശ്ശിയുടെയൊക്കെ ഒരു മനസ്സായിട്ട് തന്നെ കണ്ടാൽ മതി. ലീലാവതി ടീച്ചർക്കെതിരായിട്ട് വലിയ സൈബർ അറ്റാക്ക് നടക്കണം, അവഗണിച്ചാൽ മതി. സത്യത്തിൽ ഇപ്പോൾ ആ ചോദ്യം അവരോട് ചോദ്യം പ്രസക്തമാണ്. പക്ഷേ എന്തുകൊണ്ട് മറ്റുള്ളിടങ്ങളിൽ ഇതേ വിഷയം ഉണ്ടാകുമ്പോൾ അത് ആരും അപലപിക്കുന്നില്ല? അല്ല, അതിനൊരു ഉത്തരവുണ്ടെന്നേ. എല്ലാം ഇപ്പോൾ നമ്മളെപ്പോലെ ഇതെല്ലാം സമഗ്രമായി, കഴിയുന്നത്ര സമഗ്രമായി എല്ലാ വശവും അന്വേഷിച്ച് പിടിച്ച് പഠിക്കുകയും എന്നിട്ട് പ്രേക്ഷകരോട് പറയുകയും ചെയ്യുന്ന പണിയല്ലല്ലോ അവരുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചൊരു നെറേറ്റീവ് ഉണ്ട്. പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളാണല്ലോ ഇവർ കാണുന്നത്. അവരുടെ നെറേറ്റീവ് എന്താ? ഇവരാകെ കാണുന്നത് ഇസ്രായേൽ പോയി ഫലസ്തീനിലെ ഗസയെ ആക്രമിക്കുന്നു, അവിടുത്തെ ആശുപത്രികളിൽ നിന്ന് രോഗികൾ നിലവിളിക്കുന്നു, ജീവനും കൊണ്ട് ആളുകൾ ഓടുന്നു, കൊച്ചുകുട്ടികൾ കരയുന്നു, ഭക്ഷണത്തിന് വേണ്ടി വരുന്ന ഈ ഭക്ഷണം വരുന്ന വിമാനങ്ങളെ തടയുന്നു, കപ്പലുകളെ തടയുന്നു, അങ്ങനെ അവർ പട്ടിണിക്കിട്ട് ഇതൊക്കെയല്ലേ അവർ കാണുന്നത്. അവരുടെ മുമ്പിൽ ഇത് മാത്രം കാണിക്കുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ വിചാരണ ചെയ്യേണ്ടത്. ഇത് മാത്രമല്ലല്ലോ ഫലസ്തീൻ, അത് മാത്രമല്ലല്ലോ ഇസ്രായേൽ, അതിൻ്റെ മറുവശം കൂടി ഇല്ലേ? ആരാണ് ഇതിന് കാരണക്കാരെന്ന് എല്ലാ ദിവസവും ആളുകളെ ബോധ്യപ്പെടുത്തണ്ടേ? അതിന് പകരം ഈ ലീലാവതി ടീച്ചറെ പോലുള്ള അമ്മമാരും മുത്തശ്ശിമാരും കാണുന്നത് എന്താണോ അവരുടെ മുമ്പിൽ കാണുന്നതല്ലേ അവർ പറയും. അതുകൊണ്ട് നമ്മുടെ ഒരു മുതുമുത്തശ്ശിയോട്, അത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയോട്, നിങ്ങൾ പോയിട്ട് മറ്റേതും കൂടി കാണണമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അമ്മയെ അങ്ങനെയൊന്നും അല്ലട്ടോ കാര്യങ്ങൾ എന്ന് സമാധാനത്തോടെ പറയുകയാണ്. അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിലും സൈബർ അറ്റാക്കിലൊന്നും അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. എന്തായാലും ഇപ്പോഴത്തെ ഒരു ചിത്രം അതാണ്. ഇനി തീർച്ചയായിട്ടും ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടിയാണ്. ഇനി അറബ് ലോകത്ത് ഒരാൾ പോലും മിണ്ടാൻ വരണ്ട. ആര് വന്നാലും ഞങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഖത്തറിനെ പോലെ ഉഗ്രപ്രതാപിയായൊരു നാട്, അറബ് ലോകത്ത് ഏറ്റവും വലിയ വ്യാപാരം ചെയ്യുന്ന ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമാണ് ദോഹ. ലോകത്തിലെങ്ങുമുള്ള വ്യാപാരികൾ അവിടെ വന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധമുണ്ട്. എല്ലാവരുമായിട്ടും ഭായിയാണ് ആണല്ലോ. സമ്പന്നമായ അറബ് രാജ്യമാണ്. 24 രൂപ കിട്ടും ഒരു ഖത്തർ റിയാൽ കൊടുത്താൽ. 24 രൂപ ഇന്ത്യൻ രൂപ കിട്ടും. അതിന് എന്ന് വെച്ചാൽ നമ്മുടെ 10-24 ഇരട്ടിയാണ് അവരുടെ സമ്പത്ത് എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു രാജ്യത്തെ അവരുടെ നെഞ്ചത്ത് കയറിയിട്ട് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഇപ്പോൾ സമ്മിറ്റ്, ഉച്ചകോടി നടക്കുക. അമ്മയുടെ നെഞ്ചത്ത് തല്ലുകൊള്ളുമ്പോഴേ ഉച്ചകോടി കൂടാൻ പോകുന്നവൻ്റെ അന്തസ്സ് എന്തുമാത്രം ഉണ്ടാകുന്ന ആലോചിച്ചു. അവരെന്താ അറബ് ലോകത്തിന്, എന്നിട്ട് അറബ് ലോകം കൂട്ടായി നിലവിളിക്കുക. അറബ് ലോകത്തിനും അറിയാം ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. മറിച്ച് ഇസ്രായേലിൻ്റെ നേരെ ആക്രമിക്കണം. ഒന്ന്, ഇസ്രായേലിനോട് ആക്രമിക്കാനുള്ള കെൽപ്പ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കില്ല. 2, ഇസ്രായേലിൻ്റെ മേന്മയുള്ള ഗുണനിലവാരമുള്ള സേവനങ്ങൾ ഇവർക്കൊക്കെ ആവശ്യമുണ്ട്. 3, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിനെ ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിച്ചതിൽ
പലസ്തീനോട് അതിക്രൂരവും നിഷ്ഠൂരവുമായ നിലപാടിലേക്ക് എത്തിച്ചതിൽ അറബ് ലോകത്തിന് ധാർമ്മികമായ പങ്കുണ്ട് എന്ന് അവർക്കറിയാം. ആരാ ഉത്തരവാദി? ഇപ്പം മിണ്ടാതിരിക്കുന്നൊരു രാജ്യമുണ്ടല്ലോ, ഈജിപ്റ്റ്. എന്താ മിണ്ടാത്തത്? ഈ കരാറിനെ ആദ്യം ചോദ്യം ചെയ്തത് 48-ൽ ഇസ്രായേലും ഫലസ്തീനും 2 രാജ്യങ്ങളായി അംഗീകരിക്കണം എന്ന് UN പറഞ്ഞപ്പോൾ അതിനാദ്യം ചോദ്യം ചെയ്ത ഈജിപ്റ്റാണ്. ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അയൽപക്കത്തെ 5 രാജ്യങ്ങളാണ്. സിറിയയും ജോർഡാനും ലെബനോനും ഒക്കെ ചേർന്ന 5 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് അന്ന് ഇസ്രായേലിനെ ആദ്യമായിട്ട് ആക്രമിച്ചത്. അന്ന് തോറ്റു തുടങ്ങിയതാണ്. പിന്നെ നടന്നത് മുഴുവനും ഭീകരമായ ആക്രമണങ്ങളല്ല. രാവും പകലും 6 ഡേ വാറൊക്കെ ഓർമ്മയില്ല, 67-ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പരിണതി ഒരെൻഡേ ഉള്ളൂ. ഫിനിഷ് ദ ജോബ് എന്താ? അവശേഷിക്കുന്ന പലസ്തീനെ കൂടി ഇസ്രായേൽ അറ്റാച്ച് ചെയ്യും. അതുകൊണ്ട് ലോക ഭൂപടത്തിൽ പലസ്തീൻ ഇല്ലാത്തൊരു കാലം അതിവിദൂരമൊന്നുമല്ല. എൻ്റെ ഒരു നിരീക്ഷണം ഇങ്ങനെ പോയാൽ 2025 എന്ന കൊല്ലത്തോടൊപ്പം പലസ്തീൻ തീരും. കാരണം അത് തീർക്കാനുള്ള അജണ്ടയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിന് ഒരുപാട് ഫോർമുല അവർ പറയുന്നുണ്ട്. നിങ്ങൾ നാട് വിട്ടു പോയിക്കോ, ഞങ്ങളെ ശല്യപ്പെടുത്താൻ പാടില്ല, നിങ്ങൾ നാട് വിട്ടു പോയിക്കോ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകും, ഇന്തോനേഷ്യയിലേക്ക് പോകും, അവരൊക്കെ ആയിട്ടുള്ള കരാർ ഞങ്ങൾ ഉണ്ടാക്കി തരാം, നിങ്ങൾ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അതിന് പോകാൻ തയ്യാറല്ല. അപ്പോൾ പിന്നെന്താ ചെയ്യുക? ആക്രമണം തുടരുന്നു. ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ നാട്ടുമ്പുറങ്ങളിലേക്ക് ഒളിച്ചോടി പോവുകയാണ്, ജീവനും കൊണ്ട് ഓടുകയാണ്. അപ്പോൾ ചെല്ലുന്ന നാടുകളിലൊന്നും അവിടെ വികസനമില്ല, വെളിച്ചമില്ല, വെള്ളമില്ല, കുടിയിരിക്കാൻ പാർപ്പിടമില്ല, അവരവിടെ പട്ടിണി കിടന്നിയാവും. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. ഇത് വളരെ വളരെ വല്ലാത്ത അവസ്ഥയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി ഓർക്കണം, ഗസ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പലസ്തീൻ എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട പട്ടണങ്ങൾ, 2 പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങൾ, ഒന്ന് ഗസയും ഒന്ന് വെസ്റ്റ് ബാങ്കുമാണ്. വെസ്റ്റ് ബാങ്ക് ആൾറെഡി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അവിടെ അൽഫത്താണ്, ആക്രമിക്കാനൊന്നും അവരില്ല. മഹമ്മൂദ് അബ്ബാസൊക്കെ അവിടെയാണ്, ഓർക്കണം. അപ്പോൾ അവർ ഏതാണ്ട് സ്വീകരിച്ച് കഴിഞ്ഞു. അവിടെ ഇസ്രായേൽ പൗരന്മാർ വലിയ തോതിൽ ചെന്ന് കുടിയേറി. ഡെമോഗ്രാഫിക്കായിട്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ഇനിയിപ്പോൾ ഇവർക്ക് കൂടി വോട്ടവകാശം കൊടുത്തിട്ടേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ ഗസ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഗസയിൽ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല, ജനങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാത്ത ഈ തീവ്രവാദികളാണ്. ഈ തീവ്രവാദികളെ ഈ കുരങ്ങ് കളിക്കാൻ, ചുടുചോറ് മാന്തിക്കാൻ വിട്ടിട്ട് തീവ്രവാദികളായ നേതാക്കന്മാർ ഒളിച്ചിരുന്നത് എവിടെയാണ്? ഖത്തറിലാണ്. അവർക്കിട്ട് കൂടിയാണ് 6 പേര് ഇന്നലെ കൊല്ലപ്പെട്ടു. പലസ്തീൻ ഇവരൊക്കെ പറയുമ്പോൾ ഇവർക്ക് അഭയം കൊടുക്കുകയായിരുന്നല്ലോ ഈ തട്ടിപ്പ്. ഈ ഒത്തുതീർപ്പ് ചർച്ച, എന്താ പറയുക, വെടിനിർത്തൽ ചർച്ച എന്ന് പറയുന്ന തട്ടിപ്പായിരുന്നു. 2 കൊല്ലമായിട്ട് അവരെ പോറ്റുകയായിരുന്നു. അവിടെ 6 എണ്ണം കൊല്ലപ്പെട്ടു. അതിൽ ഒരാൾ, 6 പേര്, ഇന്നലത്തെ അവിടുത്തെ ഫ്യൂണറൽ ചടങ്ങ് ഞാൻ കണ്ടു കംപ്ലീറ്റ്. അപ്പോൾ 6 പേരിൽ ഒരാൾ മാത്രമാണ് ഒരു ഖത്തർ പോലീസുകാരൻ മരിച്ചത്. അയാളെ ഖത്തറിൻ്റെ ദേശീയ പതാകയിലാണ് പതിപ്പിച്ചത്. ബാക്കി 5 പേരെ ഫലസ്തീൻ പതാക പതിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഗസയിൽ നിന്ന് പോയ തീവ്രവാദികളാണ് ഈ 5 പേര് എന്നാണല്ലോ. അതിൽ വമ്പന്മാരിൽ എത്ര പേര് പെട്ടു നമുക്കറിയില്ല. എന്തായാലും 5 പേര് കൊല്ലപ്പെട്ടു. 5 പേരെയും ഫലസ്തീൻ ദേശീയ പതാക പതിപ്പിച്ചിട്ടാണല്ലോ ഇന്നലെ ഖത്തറിൻ്റെ ദേശീയ ബഹുമതികൾ കൂടിയാണ് ആണല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഗസയിലെ തീവ്രവാദികളെ, ഈ ഹമാസ് തീവ്രവാദികളെ അവർ തന്നെയാണ് പോറ്റിക്കൊണ്ടിരുന്നതെന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവർ പോറ്റി എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം കൂടി മാഷേ, അവർ പോറ്റിക്കൊണ്ടിരുന്നു. അവർ പോറ്റണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അമേരിക്ക ഇതിലൊക്കെ വലിയ കള്ളക്കളികൾ കളിക്കുന്നുണ്ട്. അമേരിക്കക്ക് ബലമായി നമുക്ക് സംശയിക്കാവുന്നത്, ഒന്ന്, അമേരിക്കക്ക് ഖത്തറിൽ താവളമുണ്ട്. അമേരിക്ക അറിയാതെ, അതേ സമയത്ത് ലോകത്തിൻ്റെ മുമ്പിൽ ഇവരുടെ പൊന്നോമന ആണല്ലോ, അവർ വളർത്തിക്കൊണ്ടുവന്നതാണ്. പണ്ട് അവരുടെ ചെലവിൽ വളർന്നതാണല്ലോ ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിനെ അമേരിക്ക തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത് അമേരിക്ക ഇഷ്ടമല്ല. കാരണം ഇസ്രായേലിനെ പിണക്കുന്നതും ഇന്നത്തെ പുതിയ ലോകത്ത് അത്ര നല്ലതല്ല. അമേരിക്ക ദുർബലമാണ്, ഇസ്രായേൽ ശക്തമാണ്. 1. 2, ആത്യന്തികമായി അമേരിക്ക ഭൂമിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരൊറ്റ യുദ്ധത്തിലാണ്, ഭീകരവിരുദ്ധ യുദ്ധത്തിലാണ്. ഭീകരവിരുദ്ധ യുദ്ധം എങ്ങനെ ഉണ്ടാക്കുന്നു? അതാണ് ഇവരുടെ കള്ളക്കളി. ഈ ഭീകരന്മാരെ മുഴുവൻ സൃഷ്ടിക്കുന്ന ആരാ? അവർ തന്നെയാണ്. ബിൻ ലാദൻ തൊട്ട് ഈ ഹമ്മാസ് വരെയുള്ള തീവ്രവാദികളെ പോറ്റുന്നവരാണ്. IS-ന് പരിശീലനം കൊടുക്കുന്നവരാണ്. തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുക, എന്നിട്ട് ലോകരാജ്യങ്ങളിലാകെ തീവ്രവാദത്തെ വളർത്തുക, എന്നിട്ട് ഭീകരർക്കെതിരായി യുദ്ധം ചെയ്യാനെന്ന വ്യാജേന ആ രാജ്യങ്ങളുടെ സൈനികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്യുക, യുദ്ധങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ആയുധങ്ങൾ കൊടുക്കുക, കച്ചവടം, എന്നിട്ട് നാടുകൾ തകർക്കുക, എന്നിട്ട് അവിടെ പുനർനിർമ്മിക്കുക. ഇതിൻ്റെയൊക്കെ കരാർ അമേരിക്കൻ കമ്പനികൾ എടുക്കുക. ഇതാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഒരു സ്ഥിതി. അപ്പോൾ ആ അവസ്ഥയിൽ അമേരിക്ക കളിക്കുന്ന കള്ളക്കളികൾ ഇരട്ട മുഖമല്ല, 16 മുഖമുള്ള കളിയാണ് അമേരിക്ക കളിക്കുന്നത്. അതിപ്പോൾ അറബ് ലോകത്തിനും ഏതാണ്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ചകോടി വിളിക്കുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഇന്നലെ ഒരു നിലവിളിയാണ്.
എൻ്റെ പ്രജിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. സൗദി അറേബ്യ ഒറ്റ രാജ്യം വിചാരിച്ചാൽ പോലെ വേണമെങ്കിൽ പോയി ആക്രമിക്കാൻ, തിരിച്ചടിക്കാൻ. ഖത്തർ വിചാരിച്ചാൽ നടക്കൂലേ? ചെയ്യൂല. ചെയ്യാനുള്ള കെൽപ്പില്ല. ചെയ്താൽ എന്ത് സംഭവിക്കും? ഇസ്രായേലിന് എന്ത് നഷ്ടം വന്നാലും, ഇസ്രായേലിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നല്ല, എന്ത് നഷ്ടം വന്നാലും മുന്നോട്ടേ പോകൂ. ഈ പോരാട്ടത്തിൽ തിരിച്ചു നടക്കാനില്ല എന്ന് അവർ പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അറബ് രാജ്യങ്ങൾക്ക് അങ്ങനെയല്ല, നഷ്ടപ്പെടാനേ ഉള്ളൂ. അറബ് രാജ്യങ്ങൾക്ക് വിയർക്കാനും പിന്നെ ത്യാഗം ചെയ്യാനും ഉള്ള മനസ്സില്ല. അവർ തീർച്ചയായിട്ടും അവർ പിൻവാങ്ങുകയുള്ളൂ. അതുകൊണ്ട് ഒരു വലിയ ആക്രമണം നടത്തി ഇസ്രായേൽ. അറബ് ലോകം ഒരു വലിയ സമ്മിറ്റും നടത്തി. ആക്രമണത്തിന് പകരം അതാണ് ഉച്ചകോടി. അതങ്ങനെ ഉച്ചത്തിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, നിലവിളിച്ചുകൊണ്ടിരിക്കും. ഇസ്രായേൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ ഒരവസ്ഥ. വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. ഇസ്രായേലിൻ്റെ ക്രൂരകൃത്യങ്ങളിൽ എന്നൊന്നും ഒക്കെ നമ്മൾ കാണാത്തതുകൊണ്ടും ലീലാവതി ടീച്ചർ മാത്രമല്ല, എല്ലാവർക്കും സങ്കടം തോന്നും. പക്ഷേ ഈ സങ്കടം, ചില ദുരന്തങ്ങൾ അനിവാര്യമാണ്. എവിടെയെങ്കിലും ഒന്ന് തീരണ്ടേത്. എത്ര കാലമായി, 10-78 കൊല്ലമായി നമ്മുടെ 2 ജനറേഷൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക, അനുഭവിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിൽ എന്നും ഇങ്ങനെ നമുക്ക് ഭക്ഷണം ഇറങ്ങാതെ, അന്നം ഇറങ്ങാതെ, വെള്ളം ഇറങ്ങാതെ, നമ്മളിങ്ങനെ കണ്ണിൽ ഉറക്കം വരാതെ എത്ര കാലം കഴിയും ലോകം? ഇത് എവിടെയെങ്കിലും അവസാനിക്കണ്ടേ? അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പോക്ക് തന്നെയായിരിക്കും ഈ പ്രശ്നങ്ങൾ തീർക്കാനുള്ള മാർഗം. അതിന് അനിവാര്യമായ ദുരന്തങ്ങളുണ്ടാവും. അത് നമ്മൾ സഹിച്ചേ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.